ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്ലേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ആമ്പലുകൾ അല്ലെങ്കിൽ താമര. നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമ്പലുകളെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആമ്പലുകൾ നമ്മൾ നടുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അത് ഏറ്റവും നമുക്ക് ചെലവ് ചുരുക്കത്തിൽ നമുക്ക് ഏറ്റവും ആയാസകരമില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ ഒത്തിരി ആമ്പൽ നടേണ്ടതായിട്ടുള്ളത് ഇത് കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നിറച്ച് മണ്ണൊക്കെ നമുക്ക് ഒത്തിരി ചിലവാക്കേണ്ടി വരും. സോ നമുക്ക് ഏറ്റവും ചിലവ് ചുരുക്കി ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ആമ്പൽ നടുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മൊത്തം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതുപോലത്തെ വലിയ പോട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ പോട്ടിൽ നമ്മൾ സാധാരണ ഞാൻ നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോട്ടുകളിൽ നമ്മൾ മൊത്തത്തിൽ മണ്ണ് നിറച്ചാണ് നമ്മൾ നടാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഇതുപോലത്തുള്ള പോട്ടുകളിൽ മൊത്തത്തിൽ മണ്ണ് ഇത്രയും നിറച്ചിട്ട് നടും. അത് ഓക്കെയാണ്. ബട്ട് നമുക്കത് വൃത്തിയാക്കാനൊക്കെ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ പുതിയൊരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം കുറേ എണ്ണം നമ്മൾ അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ കുറച്ച് എളുപ്പമാണ്. പ്ലാന്റ്സ് കുറച്ച് കൂടുതൽ ഫാസ്റ്റായിട്ട് ഫ്ലവറിങ് തരുന്നു. പിന്നെ കുറച്ച് ആരോഗ്യമായിട്ട് നിൽക്കുന്നെന്ന് എനിക്ക് തന്നെ ഒരു ഫീൽ. അത് ഫീൽ അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇതുപോലത്തെ പോട്ടുകളാണെങ്കിൽ നമ്മളെ കയ്യിൽ സെയിലിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള അത്രയും ക്വാളിറ്റിയുള്ള പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പോട്ടിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ഇതിൻ്റെ അടിഭാഗത്ത് പൊത്തയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരം പുറത്തേക്ക് പോയി വെള്ളത്തിൽ സ്പ്രെഡ് ആവില്ല നമുക്ക് ഉറപ്പ് വരുത്താം. പിന്നെ മറ്റൊരു കാര്യം, പ്ലാന്റിന് വേര് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള ഉരം കിട്ടും. നമ്മൾ കൂടുതൽ ഉരത്തിൻ്റെ എമൗണ്ടും നമ്മുടെ മണ്ണിൻ്റെ എമൗണ്ടും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നടാം. അപ്പോൾ നടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണക്കിയ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ട് ഈ പോട്ട് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് നോക്കട്ടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പോട്ട്. ഓക്കെ, ഈ പോട്ട് എടുത്തതിന് ശേഷം ഈ പോട്ടിൽ ഇത്രയും കണ്ട ഇതാണ് പോട്ട്, നമ്മുടെ പോട്ട്. ഈ പോട്ടിൽ ഓക്കെ ചാണകപ്പൊടി നമുക്ക് ഏകദേശം കുറച്ച് ചാണകപ്പൊടി മതി. മറ്റതിലാവുമ്പോൾ നമുക്ക് കുറേ ചാണകപ്പൊടി യൂസ് ചെയ്യേണ്ടി വരും. നമുക്കിതൊക്കെ എല്ലാം ഏറ്റവും കുറച്ചുകൊണ്ടുണ്ടാകും. ചാണകപ്പൊടി ഇത്രയും യൂസ് ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ മണ്ണെടുത്ത് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മണ്ണ് ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി മണ്ണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് കാണിച്ചില്ല, എടുക്കാൻ പാടാണ്. ഓക്കെ, മാക്സിമം നമുക്ക് മണ്ണ് കുറച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം കല്ല് കുറച്ചതായിട്ടുള്ള മണ്ണ് എടുക്കുക. ഓക്കെ, മണ്ണെല്ലാം സെറ്റ് ചെയ്തു. മണ്ണെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള കാര്യം, ഈ മണ്ണെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ആമ്പൽ നടുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിന് നടുക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കിഴങ്ങാണ് നട്ട് കാണിച്ചു തരാൻ പോകുന്നത്. കിഴങ്ങിൽ നിന്ന് പൊടിച്ചിരിക്കുന്ന പ്ലാന്റ്. കിഴങ്ങ് ഒരിക്കലും നടുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിൽ കുഴിയെടുത്ത് നടരുത്. കിഴങ്ങിൽ നിന്ന് പൊടിച്ചിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ കുഴിയെടുത്ത് നടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെത്തേക്കായിട്ട് ഓക്കെ ഇത് പൊടിച്ച് കിടക്കുന്നൊരു പ്ലാന്റ്. നമ്മളിത് ട്യൂബറൊക്കെ കിട്ടുന്ന ഒരു ട്യൂബർ നടാൻ വേണ്ടി ചെയ്യാനുള്ള മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കണ്ട നമ്മുടെ ആമ്പൽ ആ കുഴിയിലേക്ക് ആമ്പൽ ഇറക്കി വെച്ചു. അതിനുശേഷം സൈഡിലൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെയുള്ള കൊക്കുകളൊക്കെ കുറച്ച് സുഖമില്ലാത്ത സാധനങ്ങൾ, കൊക്കും കാക്ക ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏത് വെള്ളം നട്ട് വെച്ച് കഴിഞ്ഞാലും ഉടനെ കുളിക്കാൻ വേണ്ടി വരും. സോ ഒരു കല്ലും കൂടെ എടുത്ത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ കാക്കകൾ വന്ന് കുളിക്കുമ്പോൾ അവരുടെ ചിറകിലിൻ്റെ ഇതിലൊക്കെ ഇരുന്ന് അടിച്ചത് അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് എന്നിട്ട് വെള്ളം നിറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോട്ട് നോക്കി കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. ഇവിടെ വയ്ക്കാനുള്ള സ്പേസ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വച്ചിട്ട് പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്പോട്ട്. ഓക്കെ, നമുക്കിനി സ്പോട്ടിൽ പോയി നമ്മുടെ പ്ലാന്റ് കാണാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്പോട്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ നമ്മളെ ചെടി നടാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടിൽ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇത് അവിടെ ഇരിക്കുന്നത് അതാണ് നമ്മുടെ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാണുന്ന പ്ലാന്റ് ഉണ്ടാകും. ഈ പ്ലാന്റിലേക്കാണ് നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കലങ്ങില്ല. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ വെള്ളത്തിൽ ഡയറക്റ്റ് നമ്മൾ ഡബിലേക്കാണ് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
വെള്ളമൊക്കെ സ്പീഡിലെത്തും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ നട്ട് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ മെത്തേഡ് നട്ട് ചെയ്ത കുറേ പ്ലാന്റ് ഉണ്ട്. ഓക്കെ, വെള്ളം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതെടുത്ത് കാണിച്ചിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതാവുമ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. മറ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൽ നമ്മൾ എടുത്ത് പൊക്കിക്കൊണ്ട് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അതെനിക്ക് പറ്റുന്നില്ല. സോ അത് അവോയ്ഡ് ചെയ്ത് ഈ ഒരു മെത്തേഡ് സിമ്പിളാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ആമ്പൽ എനിക്ക് ഏത് വെറൈറ്റി എന്നറിയില്ല, ഇനി പൂത്തി കഴിഞ്ഞാലേ അറിയാവും. കാരണം അത് ഇത് നമ്മുടെ കിഴങ്ങ് മാറിക്കിടന്നതാണ്. സോ പ്ലാന്റ് നട്ട് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നമ്മളെ പ്ലാന്റ് നട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ആമ്പൽ നടുക. നമുക്ക് മൊത്തത്തിൽ നമുക്ക് ആമ്പൽ ഡബിലിട്ട് നടുന്ന മെത്തേഡ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. വലിയ ഓസ് ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ നട്ടതായിട്ടുള്ള ആമ്പലിനെ ജസ്റ്റ് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആമ്പലാണ് ഇപ്പോൾ നട്ട് കഴിഞ്ഞാണ്ട. ഇത്ര സിമ്പിളാണ്. ഇതിൻ്റെ ഒരു വൃത്തിയാണ്ട. ഈ സൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആമ്പൽ മാത്രമേ കറക്റ്റ് നിൽക്കും. ഇതും അതുപോലെ ഞാൻ വേറൊരു ചെടി ചട്ടിയിൽ നട്ട് വെച്ചതാണ്. ഇത് മൊത്തത്തോടിരിക്കുന്ന ആമ്പലാണ്. ഇതിൻ്റെ അകമൊക്കെ വൃത്തിയില്ലാത്തൊരവസ്ഥ പെട്ടെന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൽ നട്ട് ആ കിഴങ്ങ് കുറച്ച് പൊടിച്ച പ്ലാന്റ് ഇത്. പിന്നെ ഇതാ അവിടെ ഒരു പ്ലാന്റ് ഇരിക്കുന്നതാണ്. അതിന് വൃത്തിയുണ്ട്. അതിൻ്റെ അകഭാഗത്തെ വൃത്തിയാണ് എനിക്കൊരു പ്രത്യേക ഒരു ഫീൽ തോന്നി. ഞാൻ അങ്ങനെ ചെയ്യാൻ കണ്ട. ഇത് പക്ഷേ ഇലയൊക്കെ പോയി, അത് കാക്കയ്ക്ക് വയ്യാതെ കാക്ക ഇങ്ങനെ ആക്കി വെച്ചതാണ്. വേറൊരു പ്ലാന്റ് ഇത് അങ്ങനെ ഇരിക്കുന്നു. കണ്ടാ, ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്ലാന്റ് ഇപ്പോൾ അതിൻ്റെ വെള്ളം ചീത്തയായി. എനിക്ക് വൃത്തിയാക്കി എളുപ്പമാണ്. ആ പ്ലാന്റിൻ്റെ അടുത്ത് പുറത്ത് വയ്ക്കുക, വെള്ളം ചരിച്ച് കളയുക, സിമ്പിൾ. ആ ഒച്ചകളും എല്ലാം നശിക്കുകയും ചെയ്യും. സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് അങ്ങനെ നടുമ്പോൾ നമുക്ക് അകംഭാഗം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഏത് പ്ലാന്റ് ചോമ്പമാവാ പൊടിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ നട്ടിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് സെയിലിനൊക്കെ ഉണ്ട്. കണ്ട, ഇതൊക്കെ നമ്മളിൽ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ആ ഒരു കളറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്കിവിടെ നിറച്ച് നമ്മളെ ബുൾസൈയാണ് ഇപ്പോൾ നിറച്ച് ഫ്ലവർ നിൽപ്പുള്ളത്. കണ്ട, ബുൾസൈ വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം നിറച്ച് നിൽപ്പുണ്ട്. അപ്പം ബുൾസൈക്ക് ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യേണ്ട. വിത്ത് ഫ്ലവറുള്ള 2, 3, 4 എന്ന് പറഞ്ഞാൽ ഇത് 2 പ്ലാന്റ് ഇതിൽ നിൽപ്പുണ്ട്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇസ്ലാം മെറോണ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഹസാനിബാദാണ്. അതൊക്കെ വെള്ളം ഒരുമാതിരി അതിന് വൃത്തിയാക്കണം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴായിട്ട് നട്ടു വെച്ച പ്ലാന്റാണ് കേട്ടോ. ഇനി ഇവിടെ കുറേ പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്യണം. അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കാനുള്ളതാണ്. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കി ഒന്ന് സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് വീണ്ടും സെറ്റാക്കണം. ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ ഇവനുണ്ട് നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റ് വിരിഞ്ഞിപ്പുണ്ട്. ഇത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇത് അത്യാവശ്യം റേറ്റ് ഇപ്പോൾ കുറവാണ് ആ സാധനം, ട്രോപ്പിക്കൽ സൺസെറ്റ്. പിന്നെ ഈ ഒരു ഏരിയയിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാത്ത ഫ്ലവർ വന്നിട്ട് ഇപ്പോൾ ഇതിൽ ഇവ മാത്രമേ ഉള്ളൂ. ഇത് ലിൻസി വുഡാണ്, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. വൈകുന്നേരം ആയല്ലോ, അണയാൻ സമയമാവാറ്. അത് അറിഞ്ഞില്ല നമ്മൾ. ഓക്കെ, പിന്നെ ഇത് ആ ഒരു ഏരിയയിലൊക്കെ പുതിയത് പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കോൺടാക്റ്റുള്ള നമ്പർ 9809806874. ഇതുപോലെ കുഞ്ഞാമ്പലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാട്ടർ പോപ്പി, ഇത് കുഞ്ഞലാമ്പൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇന്നും 10 കുറേ രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.